കേരള ഹരിത കേരള മിഷൻ പ്രഖ്യാപിച്ച ജില്ലയിലെ മികച്ച പച്ചത്തുരുത്തുകാവിനുള്ള പുരസ്കാരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ ശംഖുകുളങ്ങര കാവ് പച്ചത്തുരുത്തിന് ലഭിച്ചു. പുരസ്കാരം സെപ്റ്റംബർ 16-ന് തിരുവനന്തപുരം ടാഗോർ ഹാളിൽ വെച്ച് പ്രസിഡന്റ് ഏറ്റുവാങ്ങും. വധശ്രമക്കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ 29 വയസ്സുള്ള മിൽജോയെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലടയ്ക്കുന്നതിനായി അറസ്റ്റ് ചെയ്തത്. ധനികനോടൊപ്പം സഞ്ചരിക്കുവാനും ആഘോഷങ്ങളിലെ പ്രമാണിയാകുവാനും ആർക്കും കഴിയുമെങ്കിലും പ്രകൃതിയോടൊപ്പം സമരസപ്പെട്ട് സാധാരണക്കാരന്റെ ശബ്ദമാകുവാനാണ് ക്ലേശകരമെന്ന് മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. MC ആഗസ്തി മൊറേലിയുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരള ഹരിത കേരള മിഷൻ പ്രഖ്യാപിച്ച ജില്ലയിലെ മികച്ച പച്ചത്തുരുത്ത് കാവിനുള്ള പുരസ്കാരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ ശംഖുകുളങ്ങര കാവ് പച്ചത്തുരുത്തിന് ലഭിച്ചു. മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം സെപ്റ്റംബർ 16-ന് തിരുവനന്തപുരം ടാഗോർ ഹാളിൽ വെച്ച് പ്രസിഡന്റ് MS മോഹനൻ ഏറ്റുവാങ്ങും. കഴക്കൂട്ട് കുടുംബ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള 3.5 ഏക്കർ ഭൂമിയിലാണ് കാവ് സ്ഥിതി ചെയ്യുന്നത്. 2019-2020 വർഷത്തിൽ കേരള സംസ്ഥാന ബയോ ഡൈവേഴ്സിറ്റി ബോർഡ് നടപ്പാക്കിയ കാവുകളുടെ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയ 1,05,000 രൂപ ചെലവഴിച്ചാണ് ശംഖുകുളങ്ങര കാവിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് നടത്തിയത്. പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ MES അസ്മാബി കോളേജ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ശംഖുകുളങ്ങര കാവ് പച്ചത്തുരുത്തിന്റെ പഠനം ഡോക്ടർ അമിതാഭ് ബച്ചന്റെ നേതൃത്വത്തിൽ നടത്തിയത്. 179 തരം പുഷ്പസസ്യങ്ങൾ, 54 തരം ഔഷധ സസ്യങ്ങൾ, 132 തരം പക്ഷികൾ, 54 തരം ഔഷധ സസ്യങ്ങൾ, 42 വിഭാഗം ചിത്രശലഭങ്ങൾ, 31 വിഭാഗം പൂമ്പാറ്റകൾ എന്നിവയും കരിമ്പൂത്താൻ, കുളവ്, കമ്പകം, അശോകം തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം സസ്യങ്ങളും ശംഖുകുളങ്ങര കാവ് പച്ചത്തുരുത്തിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. കാവിൽ നിന്നും ശേഖരിച്ച വിത്തുകൾ നഴ്സറിയിൽ വെച്ച് മുളപ്പിച്ച് കാവിനകത്ത് നട്ടുവളർത്തി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രയോജനപ്പെടുത്തിയാണ് പച്ചത്തുരുത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി 33 കാവുകളെ കൂടി സർവേയിൽ കണ്ടെത്തി. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡും ഗ്രാമപഞ്ചായത്തും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംഖ്യ വിനിയോഗിച്ച് കാവുകളുടെയും കുളങ്ങളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2ാം ഘട്ടത്തിൽ നടത്തി. തീരദേശ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായി ജൈവ കവചവും കനാലിന്റെ തീരത്ത് കണ്ടൽ ചെടികളും ഉൾപ്രദേശങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങളും ഓർമ്മത്തുരുത്തും വെച്ചുപിടിപ്പിച്ചു. മരങ്ങളെ തിരിച്ചറിയാൻ ബോർഡുകൾ സ്ഥാപിച്ചു. കാവിലെ പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനും അടിക്കാടുകളിൽ ഇല്ലാതാകുന്ന അപൂർവ ഇനം സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം കാരണം വൻമരങ്ങൾ കടപുഴകി വീഴുന്നത് തടയുന്നതിനും പുതിയ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും പച്ചത്തുരുത്ത് പുനഃസ്ഥാപനത്തിൽ സാധിച്ചു. 3ാം ഘട്ടത്തിൽ കാവുകളും കുളങ്ങളും സംരക്ഷിക്കുന്ന പ്രവൃത്തികൾ ഏറ്റെടുത്തു നടപ്പാക്കി വരുന്നു. തീരദേശ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം, കാവുകളുടെ സംരക്ഷണം, പച്ചത്തുരുത്ത് നിർമ്മാണം എന്നിവയെക്കുറിച്ച് MES അസ്മാബി കോളേജിൽ അന്താരാഷ്ട്ര പുനഃ കോൺഫറൻസ് നടത്തി. തീരദേശ ജൈവ കവചം, ഔഷധ സസ്യകൃഷി, പച്ചത്തുരുത്ത്, ഓർമ്മത്തുരുത്ത്, ബയോ പാർക്ക്, കണ്ടൽ ചെടി വെച്ചുപിടിപ്പിക്കൽ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളും ശംഖുകുളങ്ങര കാവ് പുനഃസ്ഥാപന പഠനത്തെ തുടർന്ന് പഞ്ചായത്ത് നടത്തിവരുന്നു. കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ്, ഹരിത കേരള മിഷൻ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളുടെ സഹായ സഹകരണത്തോടെയാണ് പച്ചത്തുരുത്ത് വ്യാപനം ജനകീയ സഹകരണത്തോടെ നടത്തിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഗുണ്ടയും വധശ്രമക്കേസിലെ പ്രതിയുമായ മിൽജോയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ 29 വയസ്സുള്ള മിൽജോയെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലടയ്ക്കുന്നതിനായി അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മിൽജോയ്ക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും ആളൂർ പോലീസ് സ്റ്റേഷനിലും ഇരിങ്ങാലക്കുടയിലും കേസുകളുണ്ട്. കൂടാതെ ആളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും അടിപിടി കേസുമടക്കം 11 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്.
ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി മോൻ ബി, സബ് ഇൻസ്പെക്ടർ ജോർജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ, ആഷിഖ്, ശ്രീജിത്ത് എന്നിവരാണ് കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചത്. ധനികനോടൊപ്പം സഞ്ചരിക്കുവാനും ആഘോഷങ്ങളിലെ പ്രമാണിയാകുവാനും ആർക്കും കഴിയുമെങ്കിലും പ്രകൃതിയോടൊപ്പം സമരസപ്പെട്ട് സാധാരണക്കാരന്റെ ശബ്ദമാകുവാനാണ് ക്ലേശകരമെന്ന് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. സോഷ്യലിസ്റ്റ് നേതാവും കർഷകനുമായിരുന്ന MC ആഗസ്റ്റി മൊറേലിയുടെ 6ാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തല ഉയർത്തി നിൽക്കുകയാണ്. എൻ്റെ അടിത്തറ ആ ജ്വലനമാണ്. എവിടെ മാനവികത വളരുന്നുവോ അവിടെ ആ സമൂഹം വളരും. മാനവികതയുടെ വളർച്ചയാണ് വികസനം, വളർച്ച. സാമ്പത്തികമായ വളർച്ചയും ഭൗതിക സാഹചര്യങ്ങൾ വളർച്ചയും എത്രയുണ്ടെങ്കിലും മാനവികത തളർന്നു പോയാൽ അത് വികസനമാണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മാനവികതയുടെ ജ്വലനമാണ് യഥാർത്ഥത്തിൽ എല്ലാ നേട്ടങ്ങളുടെയും അടിത്തറ. ആ ജ്വലനത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയെ നമ്മൾ ഓർക്കുമ്പോൾ ഇന്ന് പണ്ട് മാനവികത ജ്വലിച്ച പോലെ അതിലധിഷ്ഠിതമായൊരു സംസ്കാരം ജ്വലിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഈ വർഷത്തെ MC ആഗസ്തി സ്മാരക അവാർഡ് ജയരാജ് വാര്യർക്ക് അദ്ദേഹം സമ്മാനിച്ചു. അനുസ്മരണ സമിതി ചെയർമാൻ പോൾ പുല്ലൻ അധ്യക്ഷനായി. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, ഫാദർ ജോയ് പീണിക്കപ്പറമ്പൻ, ജെയ്സൺ മാണി, PJ മാത്യു, KS അശോകൻ, VO പൈലപ്പൻ, SP രവി, ജോർജ് V ഐനിക്കൽ, ഡോക്ടർ CC ബാബു, ഷാജു പുത്തൂർ, ആനി ജോയ്, KC വർഗീസ്, അജി ഫ്രാൻസിസ്, ജോർജ് K തോമസ്, കാവ്യ പ്രദീപ്, വിൻസെന്റ് പുത്തൂർ, NC ബോബൻ, CA തോമസ് എന്നിവർ സംസാരിച്ചു. ഓണത്തിനോടനുബന്ധിച്ച് VKR മാർട്ടിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. VKR മാർട്ട് മാള ബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചടങ്ങ് മാള ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ യദുകൃഷ്ണ, മാള ബ്ലോക്ക് മെമ്പർ A അഷറഫ്, മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബെന്നി, മാള സ്മാർട്ട് സെന്റർ ചെയർമാൻ AK സാദിഖ്, ഡോക്ടർ രാജീവ്, ഡോക്ടർ ജോളി അമ്പൂക്കൻ എന്നിവർ സംസാരിച്ചു. 1ാം സമ്മാനം റെഫ്രിജറേറ്റർ, 2ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനം LED TV, 4ാം സമ്മാനം മൈക്രോവേവ് ഓവൻ, 5ാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ ഉൾപ്പെടെ 20ഓളം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ EP രാജീവ് യോഗം ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷനായി. സെക്രട്ടറി അബ്ബാസ് മാള, ട്രഷറർ P ഗിരീശൻ, EC ഫ്രാൻസിസ്, PV യശ്ബാൽ, ശ്രീധരൻ കടലായിൽ, വിപിൻ സമ്പാളൂർ, സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത്, സെക്രട്ടറി PK അബ്ബാസ്, ട്രഷറർ P ഗിരീശൻ, വൈസ് പ്രസിഡന്റുമാർ EC ഫ്രാൻസിസ്, PV യശ്ബാൽ, ജോയിന്റ് സെക്രട്ടറിമാരായി വിപിൻ സമ്പാളൂർ, രമേശ് ഇളയടത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ശ്രീധരൻ കടലായിൽ, ഓഡിറ്റർ വിൽസൺ മേച്ചേരി എന്നിവരെ തിരഞ്ഞെടുത്തു. കേരള പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരെ BJP സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി DYSP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സമരക്കാരെ DYSP ഓഫീസ് റോഡിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മാർച്ചിൽ BJP സൗത്ത് ജില്ലാ പ്രഭാരി MA വിനോദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KA സുരേഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, അനീഷ് ചെന്താമര, ജോയ് മാതിരപ്പള്ളി, KP ജോർജ്, CP സെബാസ്റ്റ്യൻ, മണ്ഡലം പ്രഭാരി PS അനിൽകുമാർ, K അജയ്കുമാർ, സരസ്വതി രവി, അനൂപ് KS, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഗിരീഷ് കോടശ്ശേരി, രാജേഷ് പിഷാരിക്കൽ, മനോജ് എന്നിവർ പ്രസംഗിച്ചു. പൂവത്തുശ്ശേരി മരിയന്തുരുത്ത് തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ആരോഗ്യമാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. കുർബാന, നേർച്ചയൂട്ട്, പ്രദക്ഷിണം എന്നിവ നടന്നു. ഫാദർ ജോസഫ് മാളിയേക്കൽ, ഫാദർ റിജോ ആലപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ജലനിധി കുടിശ്ശിക വരുത്തി പണമടയ്ക്കാതെ ജനങ്ങളുടെ കുടിവെള്ളം നിഷേധിച്ച അന്നമനട ഗ്രാമപഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങളായ ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. KK രവി നമ്പൂതിരി, KA ഇക്ബാൽ, ടെസി ടൈറ്റസ്, EK ഷിജു, സുനിത സജീവൻ, ലളിത ദിവാകരൻ, ആനി ആൻഡ്രു എന്നിവർ പങ്കെടുത്തു. ഈ പഞ്ചായത്തിൽ ജലനിധിയുടെ പ്രവർത്തനം അവതാളത്തിലായിട്ട്
അതിനെ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഭരണകക്ഷിയിൽപ്പെട്ട അംഗങ്ങളോ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അന്നമടയിലെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളത്തിന് വലിയ ക്ഷാമമില്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ, പാടത്തോടനുബന്ധിച്ച് കിടക്കുന്ന പ്രദേശങ്ങളിൽ, പൊക്ക പ്രദേശങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നുള്ളവരുണ്ട്. ഇപ്പോൾ വെണ്ണുപ്പാടം 4-ാം വാർഡിൻ്റെ ഭാഗം, അതുമാതിരി 15-ാം വാർഡിൻ്റെ ഭാഗം, മലയാങ്കുന്ന്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ പാടത്ത് താമസിക്കുന്നവർക്ക് വെള്ളം കിട്ടാൻ പ്രയാസമാണ്. അവർക്കത് നല്ല വെള്ളം കുടിക്കാൻ പോലും അയലക്കത്ത് പോലും കൊണ്ടുവരാൻ പറ്റില്ല. മറ്റേത് ഇപ്പോൾ നമ്മുടെ സാധാരണ പ്രദേശങ്ങളിൽ ഇവിടെ വെള്ളം അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കിട്ടും, അല്ലെങ്കിൽ അയലക്കത്തെ കിണറിൽ പോയി വെള്ളം കൊണ്ടുവരാം. പക്ഷേ പാടപ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക്, ഏറ്റവും നിർദ്ധരായ ആൾക്കാർക്ക് വെള്ളം കിട്ടാൻ യാതൊരു ചാൻസുമില്ല. കുഴൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ബിജി സാജു അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി മുഖ്യ അതിഥിയായിരുന്നു. റാണി പൗലോസ്, രജനി മനോജ്, ഷിജി യാക്കൂബ്, വിജി വിൽസൺ, PS സന്തോഷ് കുമാർ, സിൽവി സേവ്യർ, സേതുമോൻ ചിറ്റത്ത്, ബിനോയ് പൗലോസ്, റോസ്മി രാജു, നന്ദിത വിനോദ്, പ്രിയ ലിയോ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. കൊടുങ്ങല്ലൂർ ചെയർമാൻ മഹൽ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിന് സൗഹൃദ സംഗമത്തോടെ സമാപനമായി. സൗഹൃദ സംഗമം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കയ്പമംഗലം MLA ടി ടൈസൺ മാസ്റ്റർ താജ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനം നടത്തി. കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി മുസ്ഫക് പോലെ മുഹമ്മദ് നബി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മഹൽ ഖത്തീബ് ഡോക്ടർ സലീം നദ്വി സന്ദേശ പ്രഭാഷണം നടത്തി. ഖത്തീബ് അബ്ദുൽ അസീസ് നിസാമി, KS കൈസാബ്, LC പോൾ, ഷംസുദ്ദീൻ സുഹരി, മൈത്രയൻ, MK സഗീർ, മഹൽ സെക്രട്ടറി VA ഇബ്രാഹിം, ജോയിന്റ് സെക്രട്ടറി AA നൌഷാദ് എന്നിവർ സംസാരിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചാലക്കുടി താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ ദിനാചരണം 17 ബുധനാഴ്ച ചാലക്കുടി SN ഹാളിൽ നടക്കും. രാവിലെ 9:30 മഹാശോഭയാത്ര, തുടർന്ന് പ്രഭാഷണങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2:30 സാംസ്കാരിക സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KV പുഷ്പാങ്കദൻ, സെക്രട്ടറി PP ബാബു, വൈസ് പ്രസിഡന്റ് AK തങ്കപ്പൻ, ഗജാൻജി, സൗദാമിനി ആനന്ദൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ഹരിത കേരള മിഷൻ പ്രഖ്യാപിച്ച ജില്ലയിലെ മികച്ച പച്ചത്തുരുത്തുകാവിനുള്ള പുരസ്കാരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ ശംഖുകുളങ്ങര കാവ് പച്ചത്തുരുത്തിന് ലഭിച്ചു. പുരസ്കാരം സെപ്റ്റംബർ 16 തിരുവനന്തപുരം ടാഗോർ ഹാളിൽ വെച്ച് പ്രസിഡന്റ് ഏറ്റുവാങ്ങും. വധശ്രമക്കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ 29 വയസ്സുള്ള മിൽജോയെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലടയ്ക്കുന്നതിനായി അറസ്റ്റ് ചെയ്തത്. ധനികനോടൊപ്പം സഞ്ചരിക്കുവാനും ആഘോഷങ്ങളിലെ പ്രമാണിയാകുവാനും ആർക്കും കഴിയുമെങ്കിലും പ്രകൃതിയോടൊപ്പം സമരസപ്പെട്ട് സാധാരണക്കാരന്റെ ശബ്ദമാകുവാനാണ് ക്ലേശകരമെന്ന് മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. MC ആഗസ്തി മൊറേലിയുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.